നമുക്കിന്നൊരു യാത്ര പോയാലോ? കാടിനകത്തൊരു വെള്ളച്ചാട്ടത്തിലേക്കൊരു യാത്ര. കന്യാകുമാരി ജില്ലയിലെ തന്നെ ഒരു അൺറൈഡഡ് സ്പോട്ടായ കോതയാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് കോതയാറിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. സോ ഇറ്റ്സ് മീ ഗോവിന്ദ് പി ജി. അപ്പോൾ എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഗൈസ്, നമ്മൾ ഇന്നത്തെ ആഴ്ചയിൽ നമ്മൾ പോകുന്നത് വെച്ചാൽ കോതയാറാണ്. കോതയാർ കന്യാകുമാരി ജില്ലയിലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതൊരു കാടിനകത്തുള്ളൊരു ഏരിയയാണ്. നമ്മളിപ്പോൾ അതിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. ചെക്ക് പോസ്റ്റിൽ നമ്മൾ പേരും വിവരമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഏകദേശം അതിനൊരു ചാർജുണ്ട് കയറാൻ. ഒരാൾക്ക് കയറാൻ 30 രൂപ, വണ്ടിക്ക് 20 രൂപ, ക്യാമറ എന്തെങ്കിലും അഡീഷണൽ ഉണ്ടെങ്കിൽ 50 രൂപ, അങ്ങനെയാണ് അതിൻ്റെ ചാർജ്. അപ്പം നമ്മൾ 2 പേരുണ്ടായതിൻ്റെ ശേഷം 130 രൂപ ആയത്. ഇത് ലൊക്കേഷൻ വരുന്നത് വെച്ചാൽ പീച്ചിപ്പാറ ഡാമെന്ന് നോക്കിയാൽ മതി. പീച്ചിപ്പാറ ഡാമിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കഴിയുമ്പോൾ കോതയാറിൻ്റെ ചെക്ക് പോസ്റ്റ് ഏരിയയിലോട്ട് വരും. അവിടെ നമ്മുടെ ഈ പേരും ഡീറ്റെയിൽസും മൊബൈൽ നമ്പറൊക്കെ എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാണ് നമ്മൾ കോതയാർ കയറിയതേ ഉള്ളൂ. ഇതാണ് എൻ്റെ വ്യൂ. ഫുൾ വേറെ ആൾക്കാരൊന്നും, വേറെ ടൂറിസ്റ്റുകൾ അധികം ഇല്ല. 1-2 പേര് നമ്മളെപ്പോലുള്ള കുറച്ച് പേരേ ഉള്ളൂ. ബാക്കിയുള്ള ലോക്കൽ ഏരിയാസാണ്, ലോക്കൽ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ കയറിയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യുമായിരിക്കും. ഫുൾ വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ ലോങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ നല്ല വ്യൂ ഒക്കെ ഉള്ള ഏരിയ വരുമ്പോൾ നമ്മുടെ ക്യാമറയൊക്കെ വെച്ച് നല്ല സിനിമാറ്റിക് ഷോട്ട്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അവർ പറഞ്ഞ കാര്യം ഡീറ്റൂർ ചെയ്യാൻ പോയാൽ ചിലപ്പോൾ പണിയാവും. കാരണം അതൊക്കെ പണീഷബിൾ ഓഫൻസ് ആയിരിക്കും. നേരെ ഒരു വഴിയുണ്ട്. നമുക്ക് നേരെ എത്തുന്നത് കോടയാറുള്ളതെന്ന് വെച്ചാൽ കോടയാർ ഒരു ടിൻ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. ഇവരെല്ലാവരും ലോക്കൽ ഇവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെയാണ്. അപ്പോൾ നേരെ അങ്ങ് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. 10-15 കിലോമീറ്ററോളം ഉണ്ട് അങ്ങേറ്റം വരെ. പക്ഷേ അതിനിടയ്ക്കുള്ള വ്യൂസൊക്കെ അടിപൊളിയാണെന്നാണ് ഞാൻ റിവ്യൂ ഉണ്ട്, ഞാൻ പോയിട്ടില്ല. അപ്പം നമുക്ക് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ സൈഡിലൊരു ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയ ഉണ്ട്, പീച്ചിപ്പാറ ഡാമിൻ്റെ. അപ്പോൾ നമ്മളതൊക്കെ കാണുന്നുണ്ട്. അത് കണ്ടുകൊണ്ടിങ്ങനെ പോവാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീസ്ഫുൾ റൈഡാണിത്. വേറെ അധികം ബഹളോ വണ്ടികളോ ഒന്നുമില്ല. നിങ്ങളിപ്പം ഒരു തിരുവനന്തപുരത്താണ്, ഒരു സൺഡേ ഒക്കെ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ രാവിലെ ഇറങ്ങിയ ഉച്ചയ്ക്ക് തിരിച്ചെത്താൻ പറ്റുന്ന സ്ഥലമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. വൈൽഡ് ലൈഫ് ക്രോസിംഗ് ആനവെല്ലാം ചാടുമോ? ഇല്ല, ആൾക്കാരൊക്കെ പേടിക്കണ്ട. ലൊക്കേഷൻ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആന, ഓ മാൻ. തിരുവനന്തപുരത്ത് അടുത്ത് ഇതുപോലെ കാടേരിയ അല്ലെങ്കിൽ പിന്നെ അച്ചൻകോവിൽ സൈഡ് പോകണം. ഇത് നല്ല രസമുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇറങ്ങി നോക്ക്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓ, കൊള്ളാല്ലേ, രസമുണ്ട്. അതുകൊണ്ട് മഴ വന്നാൽ ചിലപ്പോ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്, എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ രസമുണ്ടോ അങ്ങനെ ഡാൻസ്. അത്ര മഴ പെയ്യില്ലെന്ന് തോന്നുന്നു ഇവിടെ. ഓ, അവിടെ ഇതുണ്ട്. ആ ഡാമിന്റെ കാശ്മീർ ഏരിയ തോന്നല്ലേ? ഡാമല്ലേ? ഡാമിന്റെ കാശ്മീർ ഏരിയ തോന്നുക. എനിക്ക് തോന്നുന്നു ഇവിടെ ആകെ റേഞ്ച് ഉള്ള ഒരു സാധനം BSNL മാത്രമേ ഉള്ളൂ അല്ലേ? ഓ, താണ്ടോ അത് കാശ്മീർ ഏരിയ തന്നെ കണ്ടോ? ഓ ഓ ഓ, നമ്മൾ ആ മലയുടെ ഫണ്ടൊക്കെ എന്തോ കയറുന്നേ കോതയാർ. നമ്മൾ പിന്നെ യാത്ര തുടരുകയാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് വരുമ്പോൾ കാണിക്കാം. മോനെ, ആ രസമുണ്ടല്ലേ റോഡൊക്കെ. കോതയാർ ഡിവിഷൻ ഈ റോഡ് തന്നെ അടിപൊളിയാണ് കേസ്. നിങ്ങളൊന്ന് വന്നു നോക്ക്, അടിപൊളിയായിരിക്കും. എന്തായാലും പുറത്തായിരിക്കും വരുന്നത്. സെറ്റപ്പ് അല്ലേ, കൊള്ളാം.
നമ്മുടെ കാച്ച്മെന്റ് ഏരിയ ഇതിന്റെ. ഓടാ ആ വഴി നോക്കിയേ, പൊളി. അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയാലോ? സെറ്റ് ഫോട്ടോ. മോനെ ഈ റോഡും കൊള്ളാം, സെറ്റ് കേട്ടോ. വ്യൂ ദാറ്റ്സ് നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എടുത്തേക്കുന്ന ഫോട്ടോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാം. നമുക്കപ്പം അടുത്ത സ്ഥലമാകുമ്പോൾ നമ്മൾ കാണിക്കാം. ബൈ. പക്ഷെ അപ്പോൾ ഇത് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്കുള്ളൊരു സ്പോട്ടായിരുന്നു. ഇതാണ് ആ സ്പോട്ട്. എൻ്റെ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം നമ്മൾ പോകുന്നുണ്ടിരിക്കുന്നു. ഒരു 8 കിലോമീറ്റർ ഉണ്ട്. ഇതാണൊരു ചെറിയൊരു ഫോൾസ് ഉണ്ട്. ഇത് വെള്ളം ഇതിപ്പം സമ്മറാണ്, ചെറിയ മഴ ഉണ്ടെന്നെങ്കിലും ഇത്ര നല്ല രസവും നല്ല വെള്ളവും. ഓക്കെ, നമുക്കിനി കൂടെ പോകുമ്പോൾ പുതിയ കാഴ്ചകളാണ്. പാലമാണ്, കോതേറിലെ പാലം. ഇവിടെ അവിടെ വെള്ളമുണ്ട്, നല്ല വെള്ളം അല്ലേ, തെളിഞ്ഞു കിടക്കുന്ന വെള്ളം. പിന്നെ മുന്നോട്ട് ഈ വഴിയായിരിക്കും, അത് പവർ ഹൗസിൻ്റെ വഴിയാണ്. ഇതാപ്പം നമ്മുടെ വഴി. എന്താ ഫാക്ടറി ഒക്കെ ഓക്കെ. കൊള്ളാല്ലേ, ചെറിയൊരു ഗ്രാമം. നമ്മുടെ കോട്ടയസായിരിക്കും മിക്കറിയാം. ഈ എസ്റ്റേറ്റിലെയും ഈ ഡാമിൻ്റെ പണിക്കാരുടെ ഇതൊരു കൂടി 1 കിലോമീറ്റർ ഏകത്തിലറിയാം ആയിരിക്കും. നമ്മളിപ്പോൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുക. അത്യാവശ്യം നമ്മൾ ടോപ്പിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മേ കുഴി കൊള്ളാം. പക്ഷേ വഴി ഇവിടെ എത്തിയപ്പോൾ മോശമായി തുടങ്ങി. ദൈവമേ, ഇനി അങ്ങോട്ട് ഇതുപോലെ ആവാൻ ചാൻസ് ഉണ്ട്. എടാ താണ്ട്ര ഫോൾസ് 3 കിലോമീറ്റർ. അങ്ങോട്ടില്ല, അങ്ങോട്ട് നമുക്ക് പക്ഷെ കൊള്ളാം കേട്ടോ, വഴി കൊള്ളാം. പൊളി വഴി. നമ്മൾ മാമലക്കണ്ടത്തുനിന്നൊക്കെ വരുന്ന വഴി പോലെ. അത് പ്രൊഹിബിറ്റഡ് ഏരിയ. ഓ കുരങ്ങൻ സ്പോട്ടഡായി ഗൈസ്, സൂക്ഷിക്കണേ ഗൈസ്. പക്ഷെ കൊള്ളാം, വഴി കൊള്ളാം അല്ലേ, കിടിലം വഴി, കിടിലം. ജോഗ്രഫിക്കലി രസമുണ്ട്. ചിലപ്പോൾ നമ്മൾ കോതേറിനകത്ത് എപ്പോഴും അടിക്കുമ്പോൾ വരുന്നൊരു വഴിയാണ് ഇത്. കണ്ടോ, യൂക്കാലി തോട്ടം, അതിനിടയ്ക്കൂടെ ഇവിടെ അങ്ങോട്ട് വരാം. മല നോക്കിയേ, ഫുള്ള് മൂടി വൈബ് സീൻ മല. നോക്കിയേ, നിങ്ങൾ കാണില്ല എന്നാലും അങ്ങോട്ട് ഭയങ്കര രസമുണ്ട് ഈ വഴിയല്ലേ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയയാണ് ഓൾവേസ്. നല്ല രസമുണ്ട്. യൂക്കാലി പാടവും മരവും. ഒരു ഫോട്ടോ എടുത്തിട്ടോ വാ. എനിക്ക് ആ വ്യൂ കാണിച്ചു. ഇതിൻ്റെ സൈഡ് കാട്, ഇവിടെ ഫുള്ള് യൂക്കാലി, ഇവിടെ ഒരു മല, അതിൻ്റെ മണ്ടയ്ക്ക് മൊത്തം ക്ലൗഡ് അടിച്ച് സെറ്റായി കിടക്കും. കണ്ട ഗൈസ്, ബ്യൂട്ടിഫുൾ ഏരിയ, പീസ്ഫുള്ളാണ്. ഞാൻ മിണ്ടായിരിക്കാം, ഒരു സൗണ്ടും വരില്ല. ഇത്രയും ക്ലീൻ പീസാണ്. ഈ വഴി എന്തായാലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. കാരണം അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ, കിട്ടില്ല വഴി. സോളോ ആയിട്ടോ 2 പേരായിട്ടോ ഫാമിലി ആയിട്ട് വന്നാൽ കൂടി അത് എൻജോയബിൾ ആയിരിക്കും. ഒരു ചെറിയ മഴങ്ങൾ കിട്ടിയാൽ പൊളിക്കും. ചെറിയൊരു മുകളിലൂടെ ഇറങ്ങി കഴിയുമ്പോൾ എന്തായാലും ഫുള്ള് മൂടും മഞ്ഞിൽ. കൂടാ വഴി നോക്കുക, വഴി ആ മലയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ കിട്ടും. രക്ഷയില്ലാത്ത വിഷ്വലാണിത്. തെന്നും കേട്ടോ, തെന്നും
സൂക്ഷിച്ച് ഓടിക്കണം. വഴിയിൽ നടുക്ക് കുറച്ച് മെറ്റൽ പീസുകൾ കിടപ്പുണ്ടായതുകൊണ്ട് തന്നെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കോടയാറിൻ്റെ ആ വ്യൂ പോയിൻ്റ് അവിടെ ആ വാട്ടർഫോളിൻ്റെ അവിടെ വണ്ടി വെച്ചിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. ഈ വഴിയാണ് നമ്മൾ നടക്കാനുള്ളത്. ഒരു 100 മീറ്റർ അവിടെ കാണിച്ചത്. നമുക്ക് നോക്കാം എത്ര മീറ്ററാണ്. 100 മീറ്റർ കഴിയുമ്പം നമുക്ക് ശബ്ദം കേൾക്കാൻ പറ്റും. ഇവിടുത്തെ തന്നെ ആയിരിക്കും. 100 മീറ്റർ പോയി കഴിയുമ്പോൾ അവിടെ വാട്ടർഫോളിനാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പിൻ ഫോൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ആരുമില്ല ശരിക്കും പറഞ്ഞാൽ. 2-3 പേരുണ്ട്, അത് മാത്രമേ ഉള്ളൂ. വേണ്ട, കിട്ടില്ല വ്യൂ ആണ്. വലിയ തിരക്കും ബഹളമൊന്നുമില്ല. ആകെ 1-2 പേരേ ഉള്ളൂ. കണ്ട, ഇതാണ് കോടയാർ ട്വിൻ ഫോൾസ്. ഗായ്സ്, ഇതാണ് ഗായ്സ് നമ്മുടെ വെള്ളച്ചാട്ടം. അപ്പോൾ ഇത് ഇതാണ് കോതയാർ. ഇപ്പോൾ നമ്മൾ മാത്രം, ലിറ്ററലി നമ്മൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാം ഏതെങ്കിലും വർക്കിൻ്റെ നോക്കി വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വരികയാണെങ്കിൽ വൈബായിരിക്കും. അതാണ് കോതയാർ. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരെ